ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കസിൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇത് SBA ക്ലർക്ക് 2025 ഫെബ്രുവരിയിലെ ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 8% ABCDEFGH were born on but not necessarily in the same order on two different dates, either 8 or 27 of 4 different months, January, May, June and November. No two-person were born on the same date. ഓക്കെ, ഡേറ്റാസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? അപ്പൊ ഇത് ഡേറ്റ് ആൻഡ് മന്ത് ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പൊ 8 പേരാണ് ABCDEFGH. അവര് 3 മാസം ജനുവരി, മെയ്, ജൂൺ നമ്പർ 4 മാസങ്ങളിലെ 8 അല്ലെങ്കിൽ 27 ഈ രണ്ട് ഡേറ്റിൽ ഏതെങ്കിലും ഒന്നിലാണ് ജനിച്ചിട്ടുള്ളതെന്നാണ്. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മൾ മുമ്പ് ചെയ്ത പോലെ രണ്ട് പോസിബിലിറ്റീസിൽ മാക്സിമം നിർത്താൻ നോക്കാം. അതേപോലെ തന്നെ ജനുവരിയിലെ ഉണ്ട്. ജനുവരിയിൽ 8 അല്ലെങ്കിൽ 27 വരാം. അതേപോലെ അടുത്ത ഏതാ? മെയ് 8 അല്ലെങ്കിൽ 27. പിന്നീട് ജൂണ് 8 അല്ലെങ്കിൽ 27. ദെൻ അടുത്ത നവംബർ 8 അല്ലെങ്കിൽ 27. ഓക്കെ, നമുക്കിതൊരു കോളമായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ദെൻ ഇതില് ജനുവരി തന്നെ 2 ഡേറ്റുകൾ, ഇവിടെ മെയ്യില് 2 ഡേറ്റുകൾ, ജൂണില് 2 ഡേറ്റുകൾ, നവംബറില് 2 ഡേറ്റ്. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഇതില് എത്ര ദിവസം ഉള്ളതെന്ന് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്. ജാനുവരിയിൽ നമുക്കറിയാം എത്രയാ, നമുക്ക് ഇങ്ങനെ എണ്ണി നോക്കാൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ജനുവരിയിൽ എത്ര ദിവസമാണ്? 31 ദിവസമായിരിക്കും. നോട്ട് ചെയ്ത് വെക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. മെയ്യില് 31 ദിവസമായിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ദെൻ ജൂണില് 30 ദിവസം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ 30 ദിവസം. ഇത് എല്ലാ ക്വസ്റ്റ്യനിലും വേണ്ടി വരത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എത്ര ദിവസം ഉള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. No two persons were born on the same day. ഒരേ ഡേറ്റിൽ തന്നെ ജനിച്ച രണ്ടുപേരില്ല. D was born on an even date in May. മെയ്യില് ഇവൻ ഡേറ്റ് എന്ന് പറയുമ്പോൾ D മാത്രമേ, 8 മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിയുടെ എന്തായാലും പൊസിഷൻ സെറ്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു പോസിബിലിറ്റിയുടെ വേണ്ട വരച്ചു വെക്കാം. ഡി എന്തായാലും ഡിയുടെ ഇത് മാറത്തില്ലേ? അതായത് മെയ്യിലെ ഇവൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ലേ ഉള്ളൂ. എ വാസ് ബോൺ ഇൻ ദ മന്ത് ബിഫോർ ഡി. അപ്പൊ ഡിക്ക് മുമ്പാണ്. അപ്പൊ എ ഒന്നുകിൽ ചിലപ്പോ ഇവിടെ വരാം, അതൊരു പോസിബിലിറ്റിയാണ്. അത് മാത്രമാണ് എ ഇവിടെയും വന്നുകൂടെ, അതായത് ഡിയുടെ മുമ്പേ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ രണ്ടിടത്ത് വേണേലും വരാം. അപ്പൊ നമുക്ക് വേണം അടുത്തൊരു പോസിബിലിറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എ ആൻഡ് ഡി വെയർ ബോൺ ഓൺ സെയിം ഡേറ്റ്സ്. ഓക്കെ, അപ്പൊ അവിടെ അടുത്തതിൽ പറഞ്ഞിട്ടുണ്ട് എ ആൻഡ് ഡി. അപ്പൊ എന്തായാലും ഇത് വരത്തില്ല, ഇതിപ്പോ നമുക്കിനി വരയ്ക്കണ്ട. അടുത്തൊരു പോസിബിലിറ്റി ആണ്. അപ്പൊ എയും ഡിയും ഒരേ ഡേറ്റിലാകുമ്പോൾ ഇത് തന്നെ വരുത്തുള്ളൂ. ഓക്കെ, ഓൺ ദ സെയിം ഡേറ്റ്സ്. 4 persons are born between എ ആൻഡ് ഡി. 4 പേര്, 1, 2, 3, 4. അപ്പൊ ഈ ഇവിടെ അല്ലേ വരത്തോളൂ. ഈക്കിടെ 4 പേര്, 1, 2, 3, 4. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു പോസിബിലിറ്റി വരാണ്, നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. എ ആൻഡ് ഇ 4 പേര് വെച്ച്. എച്ച് വാസ് ബോൺ ഇൻ ദ സെയിം മന്ത് ആസ് ഇ. എച്ച് ഇയുടെ അതേ മന്തിലാണ്. അപ്പൊ എച്ച് ഇവിടെ തന്നെ വരും. ഓക്കെ, സെയിം മന്ത് ആസ് ഇ. ദെൻ ജി വാസ് ബോൺ ജസ്റ്റ് ആഫ്റ്റർ ബി. അപ്പൊ ജി ജസ്റ്റ് ആഫ്റ്റർ ബി ആണ്. ഇവ രണ്ടുപേരും അടുപ്പിച്ചേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഒറ്റ പൊസിഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ജി വാസ് ജസ്റ്റ് ബോൺ ആഫ്റ്റർ ബി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ വരും. കാര്യം ഇവിടെ രണ്ടുപേരെ അടുപ്പിച്ചു കൊടുക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. അപ്പൊ അതുമായി 2 persons are born between ബി ആൻഡ് സി. ബിക്കും സിക്കും ഇടയ്ക്ക് രണ്ടുപേര്. അപ്പൊ ബി ഇവിടെ ആണെങ്കിൽ രണ്ടുപേര് കഴിഞ്ഞിട്ട് സി ഇവിടെ അല്ലേ വരത്തുള്ളൂ. അപ്പൊ എല്ലാ നോക്കുമ്പോ എ, ബി, സി, ഡി, ഇ. ഇനി എഫ് മാത്രമല്ലേ ഉള്ളൂ വരാൻ. എഫ്, ജി എവിടെയായിരുന്നു? ജി. ഓക്കെ, ദെൻ നമുക്ക് ആൻസർ അപ്പൊ കിട്ടി. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. എഫ് വാസ് ബോൺ ഓൺ വിച്ച് ഡേറ്റ് ആൻഡ് മന്ത്.
ഓൺ വിച്ച് ഡേറ്റ് ആൻഡ് മന്ത്? ജാനുവരി 27. ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യം വന്നില്ല കേട്ടോ. ജാനുവരി, അപ്പൊ 27 ആണ് നമ്മുടെ ആൻസർ. ജാനുവരി 27 ജാനുവരി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺ വെയർ ബോൺ ആഫ്റ്റർ സി? ആഫ്റ്റർ സി, സിക്ക് ആഫ്റ്റർ ആയിട്ട് എത്ര പേര്? 1, 2, 3, 4 പേര്. അപ്പൊ ആൻസർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു among the following was born on 8 November? 8 നവംബറിൽ ആരാണ്? 8 നവംബർ എന്ന് പറയുമ്പോ നവംബർ 8 ബി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 4 of the following 5 are similar in a certain pattern. Who among the following is dissimilar? Okay. ഇതിൽ 4 പേര് ഏതോ ഒരു പാറ്റേണിൽ ഒരുപോലെ വരുന്നവരാണ്. ആ കൂട്ടത്തിൽ പെടാത്ത ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ADHBG. 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 ഓക്കെ. എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ടാണ് ഡി, ഡി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ടാണ് എച്ച്, എച്ച് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞാണ് ബി. പക്ഷെ ജി അങ്ങനെയല്ല. അപ്പൊ ഏതായിരിക്കും? ബി ആയിരിക്കും. വേറെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കാര്യം ADHB എല്ലാം 8-ാം തീയതി തന്നെയാണ്. പിന്നെ വേറെ നോക്കി ADHBG. അത് തന്നെയായിരിക്കും ലോജിക്. കാര്യം വേറെ ഒന്നുമില്ല. ഇവിടെ 2 എണ്ണം 31 ദിവസത്തെ 30 ദിവസത്തെ ഉണ്ട്. അപ്പൊ ബി തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. ADHBG. സോറി, ഞാൻ ഏതായിരുന്നു പറഞ്ഞേ? ബി കഴിഞ്ഞിട്ട് ജി ആണല്ലോ. സോറി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അപ്പൊ ഡി വാസ് ബോൺ ആഫ്റ്റർ എ, ജി ആൻഡ് സി വെയർ ബോൺ ഇൻ ദ സെയിം മന്ത്, എച്ച് വാസ് ബോൺ ഓൺ 8. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതായത് എല്ലാവർക്കും ശരിയായിട്ടാണോ ആൻസർ കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പൊ ഡി വാസ്, ഇത് ശരിയാണെങ്കിൽ ഓൺലി 1 ആൻസർ എടുക്കണം. ഇനി 1 and 2 ശരിയാണെങ്കിൽ ബി ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ. ഇനി 2 മാത്രമാണ് ശരിയെങ്കിൽ സി ആയിരിക്കും ഓപ്ഷൻ. 1ഉം 3ഉം ആണ് ശരിയെങ്കിൽ ഡി ആയിരിക്കും. 3 മാത്രമാണ് ശരിയെങ്കിൽ ഇ ആയിരിക്കും ഓപ്ഷൻ. അപ്പൊ ഏതാണെന്ന് ഇത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ള. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഇതേപോലുള്ള റീസണിങ്ങിലെ ബാക്കി ഓരോ ടോപ്പിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.